യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 4-ാം തിരുവചനം. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവും ആണ്. കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടും വെയിലിൽ തണലും. നീചൻ കോട്ടയ്ക്കെതിരെ ചീറി അടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ്. എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവമായ കർത്താവ് നൽകുന്ന വചനഭാഗമാണിത്. പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ് ദൈവം. അവർക്കെതിരെ എന്തെല്ലാം ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന അവസ്ഥയുണ്ടായാലും അതെല്ലാം തകർത്ത് കളയുന്ന ദൈവം അവരുടെ കൂടെയുണ്ട്. വെയിലത്തും മഴയത്തും നമ്മളെ ചൂടിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കുവാൻ നമ്മൾ കുട ചൂടുന്നത് പോലെ എത്ര വലിയ കൊടുങ്കാറ്റും എത്ര വലിയ കൊടും വെയിലും വന്നാലും താൻ സ്നേഹിക്കുന്നവർ തളർന്നു പോകാതിരിക്കാൻ അവർക്ക് ശക്തമായ കോട്ടയും തണലും നൽകി ദൈവം അവരെ പരിപാലിക്കും. അങ്ങനെ ദൈവം സ്നേഹിക്കുന്ന മക്കളായി നമുക്ക് മാറാം. എൻ്റെ സംരക്ഷണത്തിന് എപ്പോഴും സർവശക്തനായ ദൈവമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വിശ്വാസത്തോടെ ഏറ്റുചൊല്ലുന്നുണ്ട്, അത്യുന്നതൻ്റെ സംരക്ഷണത്തിലാണ് ഞാൻ വസിക്കുന്നതെന്ന്. അവൻ എൻ്റെ കോട്ടയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ ഈ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ പാവപ്പെട്ടവനായിരിക്കാം, നീ ദരിദ്രനായിരിക്കാം, പക്ഷെ നിനക്ക് എൻ്റെ സംരക്ഷണമുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ലോകത്തിലുള്ള 830 കോടി മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ ഈ നിമിഷം സമർപ്പിക്കാം. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും
നാഥനും ദൈവവുമായ സ്നേഹനിധിയായ സർവശക്തനും സർവാധിപനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.